ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് നിമിഷ ഡേവിസ്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് പെർസെപ്ട്രോൺ എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കയറാം. അപ്പോൾ അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, കുറച്ച് ലേറ്റായി. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പോൾ എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ചെറിയൊരു ടോപ്പിക്ക് ഞാൻ പറയുന്നുള്ളൂ, കാരണം ഞാൻ വീഡിയോസ് അധികം ഇടാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു 6 days ആയിരുന്നു ഓൾറെഡി. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ടോപ്പിക്ക് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്. നമുക്ക് നാളെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിലപ്പോൾ നാളെ പ്രോഗ്രാമിങ്ങിലോട്ട് കയറുന്ന രീതിയിൽ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടൊരു 45 minutes 1 hour എന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ മൈ ഹെൽത്ത്. ഫൈൻ. സോ ഇപ്പോൾ ഇതായിരുന്നു അല്ലേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. പെർസെപ്ട്രോൺ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിലെന്താ നമ്മൾ ചെയ്ത് നോക്കുന്നത്? അതിലാദ്യം നമ്മൾ ഇൻപുട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു, ഇൻപുട്ട് ലെയറിലൂടെ നമ്മൾ പാസ് ചെയ്തു. ദെൻ വെയ്റ്റ്സ് ആഡ് ചെയ്തു. പിന്നെ എന്താ നമ്മൾ ചെയ്തേ, ഹിഡൻ ലെയർ ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ 2 ടൈപ്പ് പ്രോസസ്സിങ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടി അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിലിപ്പം ഇതായിരുന്നു നമ്മുടെ ഡാറ്റ സെറ്റ് അല്ലേ. അപ്പോൾ ഇതിൽ ഏജ് 26, സിവിൽ സ്കോർ 99 ആണെങ്കിൽ ആൾക്ക് ലോൺ കിട്ടും. 1 അതാണ് ഔട്ട്പുട്ട് അല്ലേ. പക്ഷെ അതേ സ്ഥാനത്ത് നമുക്കിപ്പോൾ സപ്പോസ് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, ഇവിടെ നമുക്ക് കിട്ടിയേക്കണ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, ഓക്കെ, നമുക്ക് കിട്ടിയേക്കണ ഔട്ട്പുട്ട് 0. പക്ഷെ നമ്മുടെ ഡാറ്റയിലുള്ള റിയൽ വാല്യൂ എന്തായിരുന്നു, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് 0, പക്ഷെ റിയൽ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ് വന്നത് അല്ലേ. രണ്ടും എന്താണ്, ഡിഫറെൻ്റ് ആണ്, മാച്ച് ആയിട്ടില്ല അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ കേസിൽ വരുമ്പോൾ റിയൽ വാല്യൂ വൈയുടെ വാല്യൂ ഇവിടെ എത്രയാ, 1 ആണ്. പക്ഷെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് നോക്കുന്ന വൈ ഹാറ്റ് നമ്മുടെ ഇടാൻ പറ്റില്ല, അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇടുന്നു. വൈ ഹാറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 0 ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വന്നു. ഫൈൻ. അപ്പോൾ ഇതിലിപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ലോസ് ഫങ്ഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ പിന്നെ ആക്ച്വൽ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്, ആക്ച്വൽ വാല്യൂ മൈനസ് പ്രെഡിക്റ്റഡ് വാല്യൂ, വൈ മൈനസ് വൈ ഹാറ്റ്. ഇതാണ് എന്ത്, ലോസ് ഫംഗ്ഷന്റെ ഇക്വേഷൻ. പല ടൈപ്സ് ലോസ് ഫംഗ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് വരാം. ഇത് ഞാൻ ജസ്റ്റ് പറയുന്നതാണ് ഈ ഒരു ഇക്വേഷൻ. അപ്പൊ നമ്മുടെ ഈ കേസിൽ നമ്മൾ ലോസ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വൈ മൈനസ് വൈ ഹാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ടായിരിക്കാം, 1 മൈനസ് 0 ഈക്വൽസ് 1 എന്ന രീതിയിലായിരിക്കും നമുക്ക് എന്ത് കിട്ടാം, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടായിരിക്കാം അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് 1 കിട്ടിയാൽ നമ്മുടെ പ്രെഡിക്റ്റ് ചെയ്ത് നോക്കുന്ന വാല്യൂ ഇൻകറക്റ്റ് ആണെന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അത് ഈ 0-നടുത്ത് നിൽക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 0.3 അല്ലെങ്കിൽ 0.5 അങ്ങനെ 0-നടുത്ത് നിൽക്കുന്ന വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, കറക്റ്റ് ആണ്. പക്ഷെ 1-നോട് പോവാണ് അല്ലെങ്കിൽ 0-നേക്കാളും വലുതായിട്ടാണ് കിട്ടുന്ന രീതിയിലാണെങ്കിൽ എന്ത്, ഔട്ട്പുട്ട് റോങ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു ലോസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ വൈ മൈനസ് വൈ ഹാറ്റ് എന്നുള്ളൊരു വാല്യൂ റെഡ്യൂസ് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അതെങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് പ്രൊപ്പഗേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇവിടെ ഇൻപുട്ട് വാല്യൂ സ്വീകരിച്ചു, ഇൻപുട്ട് ലെയറിലൂടെ പാസ് ചെയ്തു, വെയ്റ്റ്സ് ആഡ് ചെയ്തു, ഹിഡൻ ലൈനിൽ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് വന്നു ഇല്ലേ. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ളത് എന്തായിരുന്നു, ഫോർവേഡ് പ്രൊപ്പഗേഷൻ ആയിരുന്നു അല്ലേ. സോറി, ഫോർവേഡ് പ്രൊപ്പഗേഷൻ ആയിരുന്നു ഇത്, ആ ഇൻപുട്ട് ടു ഔട്ട്പുട്ട് കിട്ടുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ സപ്പോസ് നമ്മുടെ കേസിൽ ലോസ് ഫംഗ്ഷന്റെ വാല്യൂ 1 ആയിട്ട് വന്നാൽ അല്ലെങ്കിൽ 0-നടുത്തല്ല വാല്യൂ നമുക്ക് കിട്ടിയതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണതാണ് എന്ത്, ബാക്ക് പ്രൊപ്പഗേഷൻ. ഈ ബാക്ക് പ്രൊപ്പഗേഷനിൽ മെയിൻ ആയിട്ടും എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇവിടെ വെയ്റ്റ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ വെയ്റ്റ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, വെയ്റ്റ്സിന്റെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതെങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബാക്ക്വേർഡ് പ്രൊപ്പഗേഷനിൽ അല്ലെങ്കിൽ ബാക്ക് പ്രൊപ്പഗേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, വി വിൽ അപ്ഡേറ്റ് ദി വെയ്റ്റ്സ്. ഓക്കെ, ഒരു മിനിറ്റ്, അപ്ഡേറ്റ്സ് ദി വെയ്റ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ,
ഇനി ഇങ്ങനെ വെയിറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്തൊരു ടേമാണ് ഒപ്റ്റിമൈസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒപ്റ്റിമൈസർ എന്നുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ബാക്ക് പ്രൊപ്പഗേഷനിൽ നമ്മൾ വെയിറ്റ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ക്ലിയർ ആണോ? ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്തായിരുന്നു? ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കാര്യങ്ങൾ, അതാണ് എന്ത് ഫോർവേഡ് പ്രൊപ്പഗേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, 1 minute. ഓക്കെ, എവിടെ 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 ഓക്കെ, ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം, ഫോർവേഡ് പ്രൊപ്പഗേഷൻസ്. അപ്പോൾ ഫോർവേഡ് പ്രൊപ്പഗേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മളുടെ ഇൻപുട്ട് നമ്മുടെ ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് ഡാറ്റ എങ്ങോട്ട് പോകുന്നുണ്ടാവും, ന്യൂറൽ നെറ്റ്വർക്കിലോട്ട് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇറ്റ്സ് ദ പ്രോസസ് വേർ ദി ഇൻപുട്ട് ഡാറ്റ മൂവ് ഫോർവേഡ് ത്രൂ ദി ന്യൂറൽ നെറ്റ്വർക്ക്, മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ, ഫോർവേഡ് പ്രൊപ്പഗേഷൻ ആ ഒരു ടേമിൽ തന്നെയുണ്ട്. ഓക്കെ, പ്രോസസ് വേർ input data moves forward, okay, through the neural network. ഓക്കെ, എന്തിനായിരിക്കും? പ്രഡിക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ, ടു പ്രൊഡ്യൂസ് ദി ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പ്രഡിക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ എന്ത് ചെയ്യും, ഡാറ്റ ന്യൂറൽ നെറ്റ്വർക്കിൽ മുന്നോട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ടായിരിക്കും, മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് എന്ത്, ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സ്റ്റെപ്സും അതിൽ വരുന്നുണ്ടായിരിക്കും. എന്തൊക്കെ ഉണ്ടായിരിക്കും, നമ്മളുടെ ഇൻപുട്ട് ലെയറിലോട്ട് ഇൻപുട്ട് ഫീച്ചേഴ്സ് പോകുന്നുണ്ടാവും, പിന്നെ അത് വെയിറ്റ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടാവും, എന്നിട്ട് ബയസ് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും, എന്നിട്ട് ആക്ടിവേഷൻ ഫംഗ്ഷനിലൂടെ പോകുന്നുണ്ടായിരിക്കും, പിന്നെ എന്തെങ്കിലും ലെയർ ഉണ്ടെങ്കിൽ ആ ലെയറിലോട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും, പിന്നെ ഫൈനൽ ലെയറിൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടായിരിക്കും. നമ്മുടെ ഈ ഒരു പിക്ചറിൽ പറഞ്ഞ പോലെ എല്ലാ പ്രോസസ്സിലൂടെയും എല്ലാ ലെയറിലൂടെയും പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിൽ നടക്കുന്നുണ്ടായിരിക്കും, ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നടക്കുന്നുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ബാക്ക് പ്രൊപ്പഗേഷൻ എന്താ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, വെയിറ്റ്സിനെ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു നമ്മൾ ചെയ്തത്, ഇവിടെ നമുക്ക് ലോസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ y മൈനസ് y ഹാറ്റ് വാല്യൂ 1 കിട്ടിയത്, അത് എറർ ആണ്. ഓക്കെ, അതെന്തായിരുന്നു, ഒരു എറർ ആയിരുന്നു. ആ എററിനെ നമ്മൾ എറർ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആയിരുന്നു. ഓക്കെ, ആ എററിനെ അല്ലെങ്കിൽ മിസ്റ്റേക്കിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ്സ് യൂസ് ചെയ്തിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യും, വെയിറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സാണ് എന്ത്, ബാക്ക് പ്രൊപ്പഗേഷൻ. അതും കൂടി ഞാനിവിടെ ടൈപ്പ് ചെയ്ത് തരാം, ഒരു മിനിറ്റ്. ബാക്ക് പ്രൊപ്പഗേഷൻസ് എന്താണ്, അത് മെയിനായിട്ട് ചെയ്യണത് ഒരു മോഡല് ലേൺ ചെയ്യണം, എങ്ങനെയാണ് മിസ്റ്റേക്കിനെ നമുക്ക് മിസ്റ്റേക്കിൽ നിന്ന് ലേൺ ചെയ്യണം ശരിക്കും ഈ ഒരു ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ. ഹൗ ദി മോഡൽ ലേൺസ് ഫ്രം മിസ്റ്റേക്ക്, എങ്ങനെയായിരിക്കും ലേൺ ചെയ്യുന്നുണ്ടായിരിക്കുക അത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ മിസ്റ്റേക്ക് മാറ്റുന്നുണ്ടായിരിക്കുക, ബൈ അഡ്ജസ്റ്റിംഗ് വെയിറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു മിസ്റ്റേക്ക് അവർ സോൾവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ പ്രോസസ്സാണ് നടക്കുന്നുണ്ടായിരിക്കുക, ഫോർവേഡ് പ്രൊപ്പഗേഷനിൽ നമ്മൾ നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ആ സെയിം പ്രോസസ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക, അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതാത്തത്. അപ്പൊ ഇതിലെങ്ങനെയാണ് നടക്കുന്നുണ്ടാവുക, ബാക്ക് പ്രൊപ്പഗേഷനിൽ എങ്ങനെയാണ് നടക്കുന്നുണ്ടായിരിക്കുക, അതിലാദ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഹൗ ഇറ്റ് വർക്ക്സ്, ബാക്ക് പ്രൊപ്പഗേഷൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്തുണ്ടായിരിക്കും, നമ്മുടെ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂം ആക്ച്വൽ വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്യും, y മൈനസ് y ഹാറ്റ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എഴുതാം, കമ്പയർ predicted output with actual output. ആക്ച്വൽ ഔട്ട്പുട്ടും പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ടും അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലോസ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, കാൽക്കുലേറ്റ് എറർ, അല്ലെങ്കിൽ എന്താണ് അതിനെ പറയുന്ന പേരാണ്
ലോസ് ഫംഗ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. y മൈനസ് ഫൈ ഹാറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ എറർ, നമുക്ക് ആ ഒരു എറർ കിട്ടിയിട്ടുണ്ടാവല്ലോ, അതിന് തിരിച്ച് ബാക്ക്വേർഡ് ആയിട്ട് നെറ്റ്വർക്ക് ത്രൂ തന്നെ അയക്കുന്നുണ്ടായിരിക്കും. സെൻഡ് എറർ ബാക്ക്വേർഡ് ത്രൂ നെറ്റ്വർക്ക്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൽ പ്രോസസ്സിൽ വരുന്നുണ്ടായിരിക്കും നമ്മളൊരു ചെയിൻ റൂൾ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യും. എന്നിട്ട് ഗ്രേഡിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പറയാം കേട്ടോ. വെയിറ്റ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞുതരാം. ഗ്രേഡിയൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ചെയിൻ റൂൾ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഗ്രേഡിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേഡിയൻ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വെയിറ്റ്സിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്ഡേറ്റ് വെയിറ്റ്സ് യൂസിങ് ഗ്രേഡിയൻ ഡിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് ഇത്രയും സ്റ്റെപ്പാണ് എന്ത് ഈ ഒരു ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നടക്കുന്നുണ്ടായിരിക്കാം. ക്ലിയർ ആണോ? ഓക്കെ, ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലോട്ട് മൂവ് ചെയ്യാം. ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, എററിൽ നിന്ന് ബാക്ക്വേർഡ് മൂവ് ചെയ്യാം. ഓക്കെ, പിന്നെ ഫോർവേഡ് പ്രൊപ്പഗേഷൻ മെയിൻ ആയിട്ട് നമ്മൾ എന്തിനു യൂസ് ചെയ്യുക, പ്രെഡിക്ഷന് വേണ്ടിയിട്ടും. ബാക്ക് പ്രൊപ്പഗേഷൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക, ലേണിംഗ് പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. ഫൈൻ. ദെൻ ഫോർവേഡ് പ്രൊപ്പഗേഷനിൽ നമ്മൾ വെയിറ്റ്സിലൊന്നും ചേഞ്ച് ചെയ്യില്ല, ആദ്യം കൊടുത്ത വെയിറ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ ബാക്ക് പ്രൊപ്പഗേഷനിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വെയിറ്റിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതും കൂടി ഞാൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. മൂവ്സ് ഇൻപുട്ട് ടു ഔട്ട്പുട്ട്, ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് പോകുന്നുണ്ടായിരിക്കും. അതേപോലെ ഇതെന്തിനു യൂസ് ചെയ്യുക, യൂസ്ഡ് ഫോർ പ്രഡിക്ഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിലത് വെയിറ്റ് ചേഞ്ചസ് ഒന്നും ഉണ്ടാവത്തില്ല. ബാക്ക് പ്രൊപ്പഗേഷനിൽ എങ്ങനെയാണ്, മൂവ്സ് എവിടെ നിന്നാണ്, എറർ ടു ബാക്ക്വേർഡ്, എററിൽ നിന്നായിരിക്കും പോകുന്നുണ്ടായിരിക്കാം. ഫൈൻ. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക, യൂസ്ഡ് ഫോർ ലേണിംഗ്. അതേപോലെ തന്നെ എന്താണ്, നമ്മളതിൽ എന്ത് ചെയ്യും, അപ്ഡേറ്റ്സ് വെയിറ്റ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ക്ലിയർ ആണോ? ബാക്ക് പ്രൊപ്പഗേഷൻ ഇങ്ങനെ വർക്ക് ചെയ്യാമെന്ന് കേട്ടോ കൊടുത്തവനെ BP എന്ന് കൊടുത്തത്. ഫൈൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇതവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ ബാക്ക് പ്രൊപ്പഗേഷന് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ പ്രൈസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാണ്. ഹൗസ് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യണം. പ്രെഡിക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് ഒരു 50 ലക്ഷമാണെന്ന് വിചാരിക്കാം. പക്ഷേ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 60 ലക്ഷമാണെന്ന് വിചാരിക്കാം. ഓക്കെ, പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ y ഹാറ്റ്, ആക്ച്വൽ വാല്യൂ y ആണ്. ഫൈൻ. അപ്പോൾ y മൈനസ് y ഹാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലോസ് അല്ലെങ്കിൽ എറർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 60 മൈനസ് 50 എന്ന് വെച്ചാൽ 10 lakh ആയിരിക്കും നമ്മുടെ എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർവേഡ് പാസിൽ അല്ലെങ്കിൽ ഫോർവേഡ് പ്രൊപ്പഗേഷനിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു വാല്യൂ കിട്ടും, 50 lakh എന്നുള്ളതായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം പ്രഡിക്ഷൻ. ഫോർവേഡ് പാസിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫോർവേഡ് പ്രൊപ്പഗേഷനിൽ എന്താ കിട്ടുന്നുണ്ടായിരിക്കുക, പ്രിഡിക്ഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക, y ഹാറ്റ് അല്ലെങ്കിൽ പ്രിഡിക്ഷൻ. ഓക്കെ, ബാക്ക് പ്രൊപ്പഗേഷനിലോ ഇവിടെ ഒരു എറർ വന്നു അല്ലേ, 10 lakh എറർ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം വെയിറ്റ്സിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. സോ അടുത്ത പ്രഡിക്ഷൻ കുറച്ചും കൂടി അടുത്തായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ 50 എന്നുള്ളത് ഒരു 59 പോയിന്റ് സംതിങ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വെയിറ്റ്സിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അഡ്ജസ്റ്റ് വെയിറ്റ്സ് so that next prediction is closer. ക്ലിയർ ആണോ? ക്ലോസർ ടു ആക്ച്വൽ വാല്യൂ. ആ എറർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ്സിനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഫോർവേഡ് പ്രൊപ്പഗേഷൻ ആൻഡ് ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ബാക്ക് പ്രൊപ്പഗേഷന് സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറി. അപ്പോൾ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഞാൻ വീഡിയോ അധികം
ലാഗ് എടുപ്പിക്കുന്നില്ല. കാരണം ഓക്കെ, കാരണം ഞാൻ അധികം ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇന്ന്. പ്രിപ്പയർ ചെയ്യാൻ മീൻസ് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല, കാരണം നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് നോക്കണ്ടേന്നുള്ളത് എടുക്കണ്ടേന്നുള്ളത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലെങ്കിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാര്യമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയതും എത്ര കുറച്ച് ടോപ്പിക്ക് ഇന്നെടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാൻ നോക്കട്ടെ, ഗിറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളിതേ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. Okay, so that's all for this video. Thank you. Have a nice day.